ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമിക്കോം കേരള. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് വന്നിരിക്കുന്നത് തലേ ദിവസം അരിയൊന്നും അരച്ച് വയ്ക്കാതെ കപ്പി കാച്ചാതെ മണിക്കൂറുകൾക്കുള്ളിൽ അരി അരച്ച് എങ്ങനെ പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3 ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പാലപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പച്ചരി 3-4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കുവാണ്. ഈ സെയിം ഗ്ലാസ്സിനാണ് ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ പാലപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇളം തേങ്ങ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പം നമ്മുടെ പാലപ്പത്തിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ടീസ്പൂൺ ഈസ്റ്റാണ്. ഈ ഒരു ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലൊന്നും കലക്കി വയ്ക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ആ അരി ഒന്ന് കുതിർന്ന് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക. എന്നിട്ട് എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നോക്കി, ഇതിപ്പോൾ കറക്റ്റ് പാകമുള്ളൂ. അതായത് അരിക്ക് മുകളിലൊന്നുമല്ല വെള്ളം നിൽക്കുന്നത്, അരിയുടെ അതേ ലെവലിൽ തന്നെയാണ് വെള്ളം നിൽക്കുന്നത്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വയ്ക്കാം. ഇതപ്പം അങ്ങനെ നമ്മുടെ അരി നമ്മളിവിടെ കുതിർത്ത് വെച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 3 മണിക്കൂറൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചാൽ മതി. ഇപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ആ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് 2 നിർത്തായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ വെള്ളം നിങ്ങൾ ഇതിനുള്ളിലുള്ള അത്രയും വെള്ളം മാത്രം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു നിർത്ത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത നിർത്തും കൂടെ ഞാനിവിടെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള അരിയും കൂടെ ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇപ്പോഴേ ഇതിൻ്റെ അകത്ത് ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 1 മണിക്കൂർ നേരത്തേക്ക് അടച്ചു വയ്ക്കുവാണ്. അങ്ങനെ നമ്മുടെ അരി അരച്ച് വെച്ചിട്ട് ഇവിടെ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നന്നായി പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മാവ് ഒന്നുകൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടി. തേങ്ങാപ്പാലല്ല ഉപയോഗിക്കുന്നത്, പശുവിൻ പാലാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാലായാലും ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു ലൂസ് മതി നമ്മുടെ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ ഓൾറെഡി പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് ഇനി ഇവിടെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ പാലപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ച് പാലപ്പം ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ പാലപ്പം ചുടുമ്പോൾ എപ്പോഴും നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ചെറിയൊരു ഹോൾസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം പാലപ്പം ചുട്ടെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ചുട്ടെടുക്കുന്നത് ചെറിയ പാലപ്പമാണ്. അതുപോലെ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു പാലപ്പമാണ്. പിന്നെ ഇത് ഒത്തിരി മുരിച്ച് എടുക്കുന്നതാണ് ചിലവർക്ക് ഇഷ്ടം. എനിക്കിവിടെ ഒത്തിരി മുരിയാത്തതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഒത്തിരി മുരിക്കാതെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പൂവിൻ്റെ ഷേപ്പിലും അതുപോലെ സൈഡൊക്കെ മുരിപ്പിച്ചും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സൈഡ് മുരിക്കാതെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ നമ്മുടെ പാലപ്പം എത്ര സോഫ്റ്റാണ്. പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോവും. എന്തായാലും നമ്മളെല്ലാവരും ഈ ഒരു ടൈപ്പ് പാലപ്പമാണെങ്കിൽ ഒരു 3-4 എണ്ണമെങ്കിലും കഴിക്കും.
ഉണ്ടാക്കാനാണെങ്കിലും വളരെ ഈസിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ആരും ടെൻഷൻ ആവണ്ട, തലേദിവസമേ അരി വെള്ളത്തിലിട്ടില്ലല്ലോ, ഇനി എങ്ങനെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.